ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളിലേക്ക് പോയാലോ? ഇന്നിപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുള്ളത്. ഇന്നത്തെ ദിവസത്തിന് ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാർച്ച് 9-ന് എടുത്തു വെച്ച വീഡിയോ ആണ് ഇത്. 11-ാം തീയതി ഒക്കെ ആയിരിക്കും വീഡിയോ വരുന്നത്. എന്നാലും മാർച്ച് 9-നായിരുന്നു ഞങ്ങളുടെ 2014 മാർച്ച് 9-നായിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണം. അപ്പം 10 വർഷം കഴിഞ്ഞിട്ടുണ്ട്. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളും വർഷങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് ചെറുതായിട്ടൊരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ അല്ലേ. അപ്പോൾ ഇതാ ഷെഫീഖ ചിക്കനൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില്ലി ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അറിയൊന്നുമില്ല കേട്ടോ. എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഉണ്ടാക്കുകയാണ്. ഇതാ ചെറുതാക്കി കഷ്ണങ്ങളൊക്കെ ചിക്കനൊക്കെ ചെറുതാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പും കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ചിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ പൊരിക്കലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി മസാല റെഡിയാക്കി എടുക്കുകയാണ്. കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മസാലയിലേക്ക് വേണ്ട സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ തക്കാളി ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അതായിരുന്നു കുറച്ചും കൂടെ നല്ലത്. അടി പിടിക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പക്ഷേ ആദ്യം തന്നെ സവാള ഇട്ട് പോയി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് അതൊക്കെ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഞാൻ വീണ്ടും പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം അതിൽ കുറച്ച് കളറ് മാറിയതൊക്കെ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഒന്ന് വിസിൽ വന്നതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനിടയ്ക്ക് ഇതാ ഞാൻ ചിക്കനും കൂടെ പൊരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫ്രൈ പാനൊക്കെ വാങ്ങിയതിന് ശേഷം ഈ ഒരു ചട്ടി യൂസ് ആക്കൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടി പിടിക്കലും നന്നായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓർത്തുമില്ല. ഇടുന്നതിൻ്റെ മുന്നേ കുറച്ച് കറിവേപ്പില ഇട്ടിരുന്നെങ്കിൽ അടി പിടിക്കലൊക്കെ ഒഴിവാക്കിയായിരുന്നു. പക്ഷേ ഓർത്തില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ സെക്യൂരിറ്റി ചിക്കൻ പൊരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടി എത്തിയിട്ടുണ്ട് പൊരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അന്ന് വീട്ടിൽ പോയ സമയത്ത് ചെമ്മീൻ ബിരിയാണി വെച്ചപ്പം കുക്കറിലാണ് മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അന്ന് മല്ലിച്ചപ്പും അതുപോലെ തന്നെ തൈരും എല്ലാം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൊടികളൊന്നും തന്നെ ഞാൻ കുക്കറിൽ ഇട്ടിട്ടില്ല. നമ്മുടെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് അത് മാത്രമാണ്. പിന്നെ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും മാത്രമാണ് ഇട്ടിട്ടുള്ളൂ വിസിൽ വരുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് പിന്നെ കറണ്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1-2 വിസിൽ വരുന്നത് വരെ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ പൊരിക്കുന്നത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ചോറും കൂടെ ഒരടുപ്പിൽ വെച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളും. അപ്പോൾ ഉള്ളി ഞാൻ ആദ്യം തന്നെ വറുത്ത് കോരാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പരിപാടിയും കൂടെ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ചോറും ഒരു വിസിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറൊക്കെ ഈ ഒരു കുക്കറിൽ ഒരു വിസിൽ തന്നെ മതിയാവും. പിന്നെ ഇവിടെ കൂടുതലായിട്ട് വെന്തുടയുന്നതിനോട് താല്പര്യമല്ല. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് അധികം വേവാത്ത ചോറല്ലേ കിട്ടൽ. എനിക്കും അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഇതാ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ദമ്മിടുന്ന ഒരു പാത്രം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉള്ളിയും ഒക്കെ കുക്കറിൽ വെച്ച സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യിൻ്റെ ഒരു ചുവ ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില കുക്കറിൽ വെക്കുമ്പം ഇടാമായിരുന്നു. അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടിയും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ബിരിയാണി മസാലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കനിലും ബീഫിലൊക്കെ ഏകദേശം പൊടികളൊക്കെ വേണമല്ലോ അല്ലേ. ചിക്കനിൽ പ്രത്യേകിച്ച് പൊടികളൊക്കെ വേണം. അപ്പോൾ പിന്നെ കുറച്ച് വലിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇനി നമ്മൾ മസാലയിലിടുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പം അതിൻ്റെ പച്ചമണക്കം മാറിയപ്പോൾ ഇതാ കുറച്ച് ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചില്ലി ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ശരിക്കും ചിക്കൻ ബിരിയാണി വെക്കും പോലെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. കഷ്ണം മാത്രം കുറച്ച് ചെറുതായി എന്ന് മാത്രം. പിന്നെ ഞാൻ യൂട്യൂബിലൊന്നും അടിച്ച് നോക്കിയിട്ടുമില്ല എങ്ങനെയാണ് സ്പെഷ്യലായിട്ട് ചില്ലി ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നൊന്നും. പിന്നെ ഇതാ കുറച്ച് പുതിന ചപ്പും പിന്നെ ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ച ആ എണ്ണ ഉണ്ടല്ലോ അതും കൂടെ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ആ ഒരു എണ്ണയിൽ തന്നെയാണ് മസാലയൊക്കെ ഉണ്ടാക്കൽ. ഇതിപ്പോൾ പാത്രം മാറിപ്പോയല്ലോ.
അപ്പോൾ ദാ ഇനി ലാസ്റ്റ് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് രസം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റൂലല്ലോ, എല്ലാം കൂടെ മസാലയിലിട്ടാൽ ചിലപ്പം പറ്റിയിട്ടില്ലെങ്കിലോ, അങ്ങനെ ഉണ്ടല്ലോ കുറേ ബാക്കിയാവുന്ന ഒരു സ്ഥിതി. അപ്പോൾ ഞാൻ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് നമ്മുടെ മസാല എന്തായാലും റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചോറിൻ്റെ വിസിലൊക്കെ കളഞ്ഞിട്ട് ഇനിയിപ്പോൾ ചോറും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം പാകത്തിന് നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ വെന്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കോരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വേവുണ്ട് എന്നൊക്കെ തോന്നൂലേ, കറക്റ്റ് വേവ് തന്നെയാണ്. പിന്നെതാ ഫുള്ള് ചോറും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മേലെ കുറച്ച് മല്ലിച്ചപ്പും നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും, സോറി അണ്ടിപ്പരിപ്പില്ല കേട്ടോ, മുന്തിരിയും സവാളയൊക്കെ തന്നെയാണ് ഉള്ളൂ. അണ്ടിപ്പരിപ്പ് ഇല്ലാത്ത കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ മേലെക്കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വെള്ളത്തിൽ കലക്കി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിലല്ല, പാലിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് മൂടി വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ അത് ഓർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെയും മൂടി തുറന്നിട്ട് കുറച്ച് വെള്ളത്തിലൊക്കെ കലക്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കാണാനൊരു മഞ്ഞ കളറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ കൃത്യമാവുന്നില്ല കേട്ടോ കളറൊന്നും. അപ്പോൾ ഇതാ കുറച്ച് നേരം ദമ്മിൽ ഇട്ട് വെക്കുന്നുണ്ട്, ചെറിയ തീയിലാക്കി വെച്ചിട്ട്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇത്. ഇടയ്ക്ക് നമ്മൾ പാത്രം കഴുകാനോ ഒന്നും തന്നെ നിൽക്കാത്തതുകൊണ്ട് മൊത്തമായിട്ട് പരന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷെഫീക്ക പിന്നെ ചള്ളാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അതിൻ്റെ കുറേ കാര്യങ്ങളും അങ്ങനെ നിരത്തി പരത്തി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് പാത്രം കഴുകാനുള്ള ഒരു ടൈമില്ല കേട്ടോ. മൊത്തമൊക്കെ കഴുകാനുള്ളതൊക്കെ സിങ്കിലേക്ക് മാറ്റി വെച്ച് കൗണ്ടർ ടോപ്പും ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ജക്കിക്കുട്ടിയും ഷെഫീക്കൊക്കെ കൂടെ പാത്രമൊക്കെ എടുത്ത് സെറ്റായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പാത്രം ആദ്യം മുകളിൽ നിന്ന് ചോറ് വേറൊരു കുക്കറിലേക്കോ പാത്രത്തിലേക്കോ ഒക്കെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് കുക്കറൊക്കെ എടുത്ത് വന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഷെഫീക്ക പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യണ്ട, നേരെ പ്ലേറ്റിലേക്ക് വിളമ്പിയാൽ മതി എന്നുള്ളത്. പിന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ മതി. പിന്നെ ഞാൻ എല്ലാ മസാലയും കൂടെ ഇങ്ങനെ പരക്കണ്ടല്ലോ, ചോറിൽ മുഴുവൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചോറ് ആദ്യം മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ നിലത്ത് ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കുക. ടേബിളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാം കൂടെ വലിച്ചിട്ട് ഹാളിലേക്ക് കൊണ്ടുപോകണ്ട. ഹാളും റൂമും ഒക്കെ ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മാത്രമുള്ളപ്പോൾ ഞങ്ങൾ കിച്ചണിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാ ഓരോരുത്തർക്കുള്ളത് പാത്രത്തിൽ അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളത് അവിടെ മൂടി വെച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാലഡൊക്കെ നമ്മുടെ ഷെഫീക്ക ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ദാ ഒരു ലോഡ് പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇന്നിപ്പോൾ ആദ്യം തന്നെ വീഡിയോക്ക് ലൈക്ക് തരാനും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു ഒഴുക്കിനങ്ങനെ പോയി, അത് പറയാൻ മറന്നു പോവുകയും ചെയ്തു. അപ്പം വീഡിയോക്ക് ഒരു ലൈക്ക് തരിക കേട്ടോ. എത്ര ആളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയില്ല. ഫസ്റ്റ് തന്നെ കുറേ പേരൊക്കെ പോയിട്ടുണ്ടാവും. എന്നാലും ബാക്കിയുള്ളവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഷെഫീക്ക കൊണ്ടുതന്ന ചുരിദാറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോയി അങ്ങനെ എടുക്കുകയൊക്കെയാണ് കേട്ടോ ചെയ്യുക. പ്രതീക്ഷിക്കാതെ കിട്ടുന്നത് ഒരു മുട്ടുസൂചിയാണെങ്കിലും അതൊരു സന്തോഷം തന്നെയല്ലേ. കുറേ കാലമായിട്ടോ ഇങ്ങനത്തെ ഒരു കളറൊക്കെ ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടിട്ട്. ചെറുപയറിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഗ്രീൻ ഇല്ലേ, ആ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഈ ഒരു ചുരിദാർ. വലിയ കുഴപ്പമൊന്നുമില്ല, നേരിൽ കാണുമ്പം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം തിരിച്ചൊന്നും എനിക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് കിട്ടിയത് ഞാൻ വേഗം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലേ, അപ്പോൾ തൽക്കാലം അങ്ങനെയൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ. അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.